മാറ്ററിൻ്റെ അടിസ്ഥാന ഘടകങ്ങളായിട്ടുള്ള പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, ഇലക്ട്രോൺസ് തുടങ്ങിയ ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസിനെല്ലാം മാസ് ഉണ്ട്. എൻ്റെ ചോദ്യം ഇതാണ്, എവിടെ നിന്നാണ് ഇവർക്കെല്ലാം ഈ മാസ് എന്ന് പറയുന്നൊരു പ്രോപ്പർട്ടി കിട്ടുന്നത്? അതിൻ്റെ ഉത്തരവാണ് ദൈവ കണം എന്നറിയപ്പെടുന്ന ഹിഗ്സ് ബോസോൺ. ഞാനൊരു സിറ്റുവേഷൻ പറയാം. ഒരു പാർട്ടി ഹാളിനകത്ത് നിറച്ച ആൾക്കാർ നിൽക്കുകയാണ്, ഭയങ്കര തിരക്ക്. അവിടേക്ക് ഒരു സെലിബ്രിറ്റി, ഒരു ആക്ടറോ സിംഗറോ സപ്പോസ് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറോ അങ്ങനെ ആരെങ്കിലും വരികയാണ്. അയാൾക്ക് ഡോർ തുറന്ന് ഈ ആൾക്കൂട്ടത്തെ മറികടന്ന് അറ്റത്തുള്ള ബാറിൽ എത്തണം എന്നാവും ആഗ്രഹം. പക്ഷെ നടക്കില്ല. കാരണം സെലിബ്രിറ്റി ആയതുകൊണ്ട് തന്നെ അയാൾ എവിടെയുണ്ടോ അവിടെ തന്നെ ഒരു ക്രൗഡ് തടിച്ചു കൂടും. ആ സെലിബ്രിറ്റിക്ക് മറ്റുള്ളവരുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യേണ്ടി വരും. സെലിബ്രിറ്റി പോകുന്ന വഴിക്ക് എല്ലാം ഈ ഒരു ആൾക്കൂട്ടം രൂപപ്പെടും. ഇതുപോലെയാണ് ഹിഗ്സ് ഫീൽഡിൻ്റെ കാര്യം. നമ്മുടെ യൂണിവേഴ്സിൽ ആകമാനം നിലനിൽക്കുന്ന ഒരു എനർജി ഫീൽഡാണ് ഹിഗ്സ് ഫീൽഡ്. പ്രോട്ടോണിനെയോ ഇലക്ട്രോണിനെയൊക്കെ പോലുള്ള ഏതെങ്കിലും ഒരു പാർട്ടികൾ അങ്ങോട്ട് വരികയാണെങ്കിൽ അത് അതിന് ചുറ്റുമുള്ള ഹിഗ്സ് ഫീൽഡുമായിട്ട് ഒന്ന് ഇൻട്രാക്ട് ചെയ്യും. ഇവിടെ നമ്മുടെ സെലിബ്രിറ്റി ആൾക്കൂട്ടവുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് നീങ്ങുന്നത് പോലെ. ഇത്തരത്തിൽ പാർട്ടിക്കിൾസ് ഹിഗ്സ് ഫീൽഡുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് വഴിയാണ് പാർട്ടിക്കിൾസിന് മാസ് ഉണ്ടാകുന്നത്. ഈ ഹിഗ്സ് ഫീൽഡുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ക്വാണ്ടം പാർട്ടിക്കിളാണ് ഹിഗ്സ് ബോസോൺ. ഹിഗ്സ് ഫീൽഡിലെ ഒരു വേവ് അല്ലെങ്കിൽ ഒരു എക്സൈറ്റേഷനാണ് ഈ ഹിഗ്സ് പാർട്ടിക്കിൾ എന്ന് മനസ്സിലാവുന്ന ഭാഷയെ പറയാം. ഇനി നമുക്ക് പാർട്ടി ഹാളിലേക്ക് വരാം. ഇവിടെ സെലിബ്രിറ്റിക്ക് പകരം നമ്മളെങ്ങാനുമാണ് അങ്ങോട്ട് പോകുന്നെങ്കിലും ഒരു പട്ടിക്കുഞ്ഞിന് പോലും നമ്മൾ അറിഞ്ഞൂടാ. സോ ഇവിടെ നമ്മൾ ചുറ്റുമുള്ള ഹിഗ്സ് പാർട്ടിക്കിൾസുമായിട്ട് ഒരു തരത്തിലും ഇൻട്രാക്ട് ചെയ്യുന്നില്ല. വളരെ ഈസിയായിട്ട് നമുക്ക് ആ ഒരു ആൾക്കൂട്ടം കടന്ന് അപ്പുറത്തെത്താൻ പറ്റും. ഇതുപോലെ ചില പാർട്ടിക്കിൾസ് ഹിഗ്സ് ഫീൽഡുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാതെ വരും. ഇങ്ങനെയുള്ള പാർട്ടിക്കിൾസിന് മാസ് ഇല്ലാത്തതിൻ്റെ കാരണം ഇതാണ്. ഫിസിക്സിലുള്ള ഈ ഒരു സാധനത്തിൻ്റെ ഇമ്പോർട്ടൻസും യൂണിവേഴ്സിൽ ഇതിനുള്ള വലിയൊരു റോളും കാരണമാണ് ഹിഗ്സ് ബോസോണിന് ഗോഡ്സ് പാർട്ടിക്കിൾ എന്നുള്ള പേര് വന്നത്.